ത്രികോണ പോര് നടക്കുന്ന ഒരു മണ്ഡലമുണ്ട് തിരുവനന്തപുരത്ത്, നേമം. ഇതുവരെയുള്ള കണക്കൂട്ടലുകളിൽ നേമത്തിൻ്റെ തെരഞ്ഞെടുപ്പുകൾ വളരെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്കാണ് പോയിരിക്കുന്നത്. മണ്ഡലത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ പ്രവചിക്കാൻ കഴിയാത്ത രീതിയിൽ അത്ര ചൂട് പകരുന്ന ഒരു മണ്ഡലമാണ് ഈ നേമം. അവിടെ നമ്മുടെ വാർത്താവതാരകൻ KR ഗോപികൃഷ്ണനുണ്ട് നേമത്ത്. ഗോപികൃഷ്ണൻ, നേമത്ത് നിന്ന് സ്വാഗതം. താങ്കളിലേക്ക് ഈ സ്റ്റുഡിയോയിലെ മുഴുവൻ സംവിധാനവും ഞാൻ അങ്ങോട്ട് വിട്ടുതരുന്നു. ഇനി താങ്കളുടെ ഊഴം. താങ്ക് യു SK. ജനാധിപത്യത്തിന്റെ ആഘോഷവും ആരവവുമാണ് ഓരോ തിരഞ്ഞെടുപ്പും. ജനമാണ് ഈ വിധിയെഴുത്തിലെ നിർണായക ശക്തി, ജനമാണ് ഈ ജനാധിപത്യത്തിന്റെ ചാലകശക്തി. അതുകൊണ്ട് വോട്ടത്തോൺ നമ്മൾ തുടങ്ങുന്നത് ഏറ്റവും ശക്തമായ തീ പാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന നേമം നിയോജക മണ്ഡലത്തിലാണ്. ഒരുപക്ഷെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ലാപ്പിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോഴും പ്രവചനാതീതമായി നിൽക്കുന്ന മണ്ഡലങ്ങളുടെ പട്ടികയിൽ ആദ്യം നിൽക്കുന്ന മണ്ഡലം എന്ന് നമുക്ക് നേമത്തെക്കുറിച്ച് നിസ്സംശയം പറയാം. അക്ഷരാർത്ഥത്തിൽ മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഈ മണ്ഡലത്തിൽ ആരാണ് ജയിച്ചു കയറാൻ പോകുന്നത് എന്നത് ഇപ്പോഴും നമുക്ക് അവ്യക്തമായി നിൽക്കുന്നു. അങ്ങനെ അവ്യക്തതയുടെ ഒരു ചിത്രം, അല്ലെങ്കിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത തരത്തിൽ നിഗൂഢമായി എന്തോ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു ചിത്രമാണ് നേമം നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, മൂന്ന് മുന്നണികളെയും സ്ഥാനാർത്ഥികൾ സുപരിചിതരാണ് കേരള സംസ്ഥാനത്തിന്. ഒന്നാകെ തന്നെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടിയാണ്. അദ്ദേഹം മൂന്നാം വിജയത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു. NDAയുടെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒരിക്കൽ BJP നിന്ന് ഒരാളെ നിയമസഭയിലേക്ക് അയച്ചതിന്റെ പിന്തുടർച്ചക്കാരനാവാൻ തയ്യാറായി NDA സ്ഥാനാർത്ഥി നിൽക്കുന്നു. UDF വീണ്ടും കൈപ്പിടിയിൽ ഒതുക്കാൻ, ഈ മണ്ഡലത്തിലെ വിജയം ആവർത്തിച്ച് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയിൽ അഡ്വക്കേറ്റ് KS ശബരിനാഥൻ UDFന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ രംഗത്തുണ്ട്. മൂന്ന് പേരും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നു. ഈ മണ്ഡലത്തെക്കുറിച്ച് പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാം. 2011 VS ശിവൻകുട്ടി ജയിച്ചു കയറിയ മണ്ഡലം. അന്ന് O രാജഗോപാലായിരുന്നു BJP സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിയത്. 2016 അതേ രാജഗോപാൽ വി ശിവൻകുട്ടിയെ പരാജയപ്പെടുത്തി ആദ്യമായി ഒരു BJP പ്രതിനിധിയായി നിയമസഭയിലെത്തി. എന്നാൽ 2021 വീണ്ടും വി ശിവൻകുട്ടിക്ക് വിജയം കൊടുത്ത മണ്ഡലമാണ് നേമം. അങ്ങനെ നേമം മണ്ഡലത്തിന്റെ ജയപരാജയ സാധ്യതകൾ നമ്മളുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ്. എല്ലാ മുന്നണികളും ഒരുപോലെ വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഒരു മണ്ഡലം ഒരുപക്ഷെ വളരെ അപൂർവ മണ്ഡലങ്ങൾ മാത്രമാണ് കേരളത്തിലുള്ളത്. നമ്മളോടൊപ്പം ഷഫീദ് റൌത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, തിരുവനന്തപുരത്ത് നേമം മണ്ഡലത്തിന്റെ ജയപരാജയ സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റാത്ത തരത്തിൽ മാറിയിരിക്കുന്നത്. പക്ഷേ ഷഫീദ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് നേമത്ത് സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നത്? എങ്ങനെയാണ് ഷഫീദ് വിലയിരുത്തുന്നത് നേമം മണ്ഡലത്തിൽ? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കാൻ പോകുന്നൊരു മണ്ഡലമായി നേമം മാറിക്കഴിഞ്ഞു. ഇത് തെരഞ്ഞെടുപ്പിന് മുൻപേ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ എന്തുകൊണ്ടാണ് നേമം ശ്രദ്ധ ആകർഷിക്കുന്നത് എന്നുള്ളതാണ്. 2011 മണ്ഡല പുനർനിർണയത്തിന് ശേഷം BJPക്ക് അനുകൂലമായ ഒരു കാറ്റ് നേമത്തുണ്ട് എന്നൊരു തോന്നലുണ്ട്. 2011 രാജഗോപാലിന് ചുണ്ടിനും കപ്പിനിടയിൽ നഷ്ടപ്പെട്ടു. പക്ഷേ 2016 അത് തിരിച്ചു പിടിച്ചു. 2021 വരുമ്പോൾ കാര്യങ്ങൾ പിന്നെയും മാറി. 2021 വരുമ്പോൾ ഏതാണ്ട് 4000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വി ശിവൻകുട്ടി ആ മണ്ഡലം തിരിച്ചു പിടിച്ചു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. നമുക്ക് ഒരു തരത്തിലും ഒരു പ്രഡിക്ഷനും ഇവിടെ നടത്താൻ കഴിയില്ല. കാരണം ഭൂരിപക്ഷ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും ഒരേപോലെ നിർണായകമാണ്. മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അദ്ദേഹം നമുക്കറിയാം, നമ്മൾ ഈ വളരെ നേരത്തെ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അതിൻ്റെ കാരണം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം BJPക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള വോട്ട് വർധനയാണ്. അതായത് ഏതാണ്ട് 62,000 വോട്ടാണ് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ കിട്ടിയത്. ഏതാണ്ട് ഒരു 22,000 വോട്ടുകളുടെ വർധന ഉണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 12,000 വോട്ടിന്റെ വർധനമാണെങ്കിൽ ആ രീതിയിലൊരു കോൺഫിഡൻസ് BJPക്ക് ഉണ്ട്. ഇനി രണ്ടാമത്തെ ഫാക്ടർ തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭയിൽ ആകെ മൊത്തം 27 വാർഡ്. ആ 27 വാർഡിൽ 17 നേമമണ്ഡലത്തിൽ വരുന്ന 27 വാർഡിൽ 17 വാർഡുകൾ BJPക്കാണ്.
5 വാർഡുകൾ LDF പിടിച്ചു, ഒരേ ഒരു വാർഡാണ് കോൺഗ്രസിനുള്ളത്. അപ്പോൾ ഈ നെക്ക് ടു നെക്ക് ഫൈറ്റ് ഏതെങ്കിലും തരത്തിൽ BJPക്ക് മാത്രം ഫേവറബിൾ ആണ് നമുക്ക് പറയാൻ കഴിയില്ല. അതിനപ്പുറത്തേക്കും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഈ കഴിഞ്ഞ തവണ അതായത് കുമ്മനം രാജശേഖരൻ 2021 മത്സരിക്കാനെത്തുമ്പോൾ കെ മുരളീധരൻ ഫാക്ടർ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഏതാണ്ട് 12,000 വോട്ടുകൾ എങ്ങനെ ചോർന്നു എന്നുള്ളൊരു ആശങ്ക BJPയെ സംബന്ധിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഭൂരിപക്ഷ വോട്ടുകളും ഞാൻ ചോദിക്കുന്നത് ഷഫീദ്, ഇവിടെ ഈ സാമുദായിക സമവാക്യങ്ങൾ നിയമത്തിന്റെ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി ഇത്തവണയും നമുക്ക് പരിഗണിക്കാൻ കഴിയുമോ? അതല്ല വികസന പ്രവർത്തനങ്ങളായിരിക്കുമോ നിയമത്തെ ജനങ്ങളെ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ? ഞാനത് ചോദിക്കാൻ കാരണം വികസനത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് എല്ലാവരും തയ്യാറാണ്, എന്നാൽ ആരും തയ്യാറല്ല എന്നൊരു സ്ഥിതി നിയമത്തുണ്ടായി. ഇന്നിപ്പോൾ വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത് ഇന്ന് ഇവിടെ എത്തുന്ന പ്രധാനമന്ത്രിയോട് നിയമത്തെ നടപ്പാക്കിയ വികസനങ്ങളൊക്കെ നോക്കിക്കാണുമെന്നാണ്. അപ്പോൾ അതേ ഒരു വെല്ലുവിളി സ്വരത്തിൽ പറഞ്ഞു തരില്ലെന്നും പറഞ്ഞു അദ്ദേഹം. അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും ഇവിടെ യഥാർത്ഥത്തിൽ? മാത്രമല്ല SDPIയുമായി ബന്ധപ്പെട്ട വിവാദം കത്തിപ്പടർന്നു നിയമത്ത്. അപ്പോൾ എങ്ങനെയായിരിക്കും, എന്തൊക്കെ ഈ ഘടകങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഈ നിയമത്തെ സ്വാധീനിക്കാൻ പോകുന്നത് ജനവിധി? ജി കെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ഡലത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ വളരെ ഒരു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനം, ഈ മണ്ഡലത്തിൽ ആദ്യ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. വി ശിവൻകുട്ടി VD സതീശനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം എന്ന് പറയുന്ന രീതിയിൽ അത് പോയത്. അതിനുശേഷം വരുന്നു അടുത്തത് ഡീൽ വിവാദം വന്നു, അഘോരി വിവാദം വന്നു, സർക്കാർ സംവിധാനങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, ഈ സാമ്പത്തികമായി അതായത് കൂടുതൽ ഫിനാൻഷ്യൽ സോഴ്സുകൾ ഇറക്കുന്നു എന്നുള്ള ഒരു ആരോപണം വന്നു. ഏറ്റവും ഒടുവിലാണ് ഈ SDPI എന്ന് പറയപ്പെടുന്ന സാധനം. അതിലാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള വി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരുടെയും വോട്ടുകൾ വേണ്ടെന്ന് വെക്കുന്നില്ല, SDPI വോട്ടുകൾ കിട്ടുമെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ 70% ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടർമാരുള്ളൊരു മണ്ഡലത്തിൽ സ്വാഭാവികമായും ആ നിലപാട് LDF എടുക്കുമ്പോൾ, LDF കാൻഡിഡേറ്റ് എടുക്കുമ്പോൾ അത് ഏത് രീതിയിൽ മാറുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ സാമുദായിക സമവാക്യം ശ്രദ്ധേയമാകുന്നത്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ഒരു കൺസോളിഡേഷൻ, അതൊരു പക്ഷേ ഭൂരിപക്ഷ കൺസോളിഡേഷനോ ന്യൂനപക്ഷ കൺസോളിഡേഷനോ ഉണ്ടായാൽ മണ്ഡലത്തിന്റെ പ്രഡിക്ഷൻ ഇല്ലാതാകും. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥി നമുക്കറിയാം KS ശബരിനാഥൻ തലപ്പൊക്കമുള്ള നേതാവാണ്. അതിനപ്പുറത്തേക്ക് ഒരു പുതിയ കോൺഫിഡൻസ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ട്. ആ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഈ കോർപ്പറേഷൻ, ചിഹ്ന ഭിന്നമായി പോയൊരു കോർപ്പറേഷൻ, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് കൂടുതൽ സീറ്റുകൾ കൊടുത്തത് ശബരിനാഥ്. ഒരു പുതുജീവൻ ജില്ലയിലെ കോൺഗ്രസിന് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ശബരിനാഥൻ നിയമത്ത് മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹം ശ്രദ്ധേയമായ വോട്ടുകൾ പിടിക്കും. ആ വോട്ട് ആർക്ക് അനുകൂലമാകും എന്നുള്ളതാണ് ഈ മണ്ഡലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.